ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബനാന സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്ക് കൊടുക്കാനായാലും ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനായാലും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഈ പഴം അത്ര പഴുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വരെ പശുവിൻ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പശുവിൻ നെയ്യായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരേ നിരപ്പിൽ ഇതുപോലെ ആക്കി കൊടുത്ത് ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിക്കോളും. അത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി ഫ്രൈ ചെയ്യാം. ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നാലേ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുള്ളൂ. ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതിൽ അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ പശുവിൻ നെയ്യ് ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി നന്നായി ഫ്രൈ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് പഞ്ചസാര മെൽറ്റാകുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവൻ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർക്കാം. ഈ പഞ്ചസാരയും വെള്ളവും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര മുഴുവൻ മെൽറ്റായതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി. ഈ ഷുഗർ സിറപ്പ് കൂടുതൽ വറ്റി വരുമൊന്നും വേണ്ട, കട്ടിയാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പഞ്ചസാര മെൽറ്റായതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഓരോ ബ്രെഡും 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഈ ബ്രെഡ് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ബ്രെഡും ഇതിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ഈ ബ്രെഡ് ഓയിലില്ലാതെ പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ വല്ലാതെ ഓയിൽ കുടിച്ചിട്ടുണ്ടാവും. കുറച്ചധികം സമയം വെച്ച് ബ്രെഡ് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഇതിലേക്ക് വെക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഈ ഓയിൽ മുഴുവൻ ബ്രെഡിൽ നിന്ന് ചീനച്ചട്ടിയിലേക്ക് തന്നെ പോയിക്കോളും. ഇതുപോലെ എടുത്ത് കുറച്ച് സമയം കയ്യിൽ വെച്ചാൽ മതി. ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ ഇതിലുള്ള ഓയിലൊക്കെ ഒഴുകിപ്പോയിക്കോളും. ഈ സമയത്ത് നമുക്ക് രണ്ടാമത്തെ ബ്രെഡും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഇനി ഫ്രൈ ചെയ്ത ബ്രെഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പിലേക്ക് ഇടാം. എന്നിട്ട് ഇതിൻ്റെ 2 വശവും തിരിച്ചും മറിച്ചും ഒന്ന് ഷുഗർ സിറപ്പിൽ ഇട്ടതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കൂടുതൽ സമയം ഈ ബ്രെഡ് ഷുഗർ സിറപ്പിൽ വെക്കണ്ട, അപ്പോൾ വല്ലാത്ത ഷുഗർ കുടിച്ച് വല്ലാത്തൊരു മധുരമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് 2 സൈഡും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റണം. മുഴുവൻ ബ്രെഡും നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലിട്ടിട്ട് എടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലിടുന്ന ബ്രെഡ് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പഴത്തിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. ബ്രെഡ് ഞാനിവിടെ ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു പീസ് ബ്രെഡ് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് അല്പം വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ പഴം നിരത്തി കൊടുക്കാം. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡ് കൊണ്ട് ഇത് കവർ ചെയ്യാം.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബനാന സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ഷുഗർ സിറപ്പോട് കൂടി ബ്രെഡും നല്ല മധുരമുള്ള പഴമൊക്കെ ആയിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ പഴം ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇളകി വരികയൊന്നുമില്ല. കാരണം ഈ ഷുഗർ സിറപ്പൊക്കെ ചേർന്ന് ഈ പഴവും ബ്രെഡും കൂടി അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. കഴിക്കാൻ നല്ല സുഖമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്